നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹ് നമുക്കറിയാം ഇപ്പം ദുൽഖർ സൽമാന് കിട്ടിയിട്ടുള്ളൊരു വലിയൊരു ടാഗാണ് റെട്രോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. അതായത് അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ അടുത്തായിട്ട് ചെയ്തിട്ടുള്ള കുറേയധികം സിനിമകൾ ഒരു 80s അല്ലെങ്കിൽ 90s ബാക്ക്ഡ്രോപ്പിൽ വന്നിട്ടുള്ള സിനിമകളാണ്. അതായത് പഴയകാല ടൈമിൽ ഉണ്ടായിട്ടുള്ള പഴയ ടൈം ലൈനിൽ ഉണ്ടായിട്ടുള്ള സിനിമകളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ റെട്രോ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് പുള്ളിയുടെ ഫിൽമോഗ്രാഫി എടുത്ത് നോക്കുകയായിരുന്നു. എത്ര സിനിമകൾ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കാം പുള്ളിയുടെ ഫിൽമോഗ്രാഫിയിൽ എത്ര സിനിമകൾ അദ്ദേഹം ഒരു റെട്രോ സ്റ്റൈലിൽ അല്ലെങ്കിൽ റെട്രോ എരയിൽ പശ്ചാത്തലമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഫിൽമോഗ്രാഫി എടുത്ത് നോക്കുമ്പോഴേക്കും അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൊരു നടനാണ്. അപ്പം ഇതിനകത്തിൽ ആഹ് ആഹ് ഇതിന് മുമ്പ് എനിക്ക് ആദ്യം റെട്രോ എന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റും. ഞാൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിനകത്തിൽ എനിക്ക് അദ്ദേഹം ഡബിൾ റോളിലായിരുന്നു. ഒന്ന് എനിക്കിത് ഫ്ലാഷ് ബാക്ക് സ്റ്റോറികളിൽ പഴയ കാലമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫുൾ ഫീച്ചർ ലെങ്ത് അതായത് പടത്തിന് പ്രീമിയേഴ്സ് മൊത്തം ഒരു പഴയകാല ഒരു സെറ്റപ്പിൽ വന്നിട്ടുള്ളൊരു സിനിമ എന്ന് പറയുന്നത് തെലുങ്കിലാണ്. അത് മഹാനദി എന്ന ചിത്രമാണ്. അത് 2018 റിലീസായിട്ടുണ്ടായിരുന്നത്. അതിനകത്തിൽ പുള്ളി ജെമിനി ഗണേഷിൻ്റെ റോളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടായിരത്തി ആഹ് 2018 ഈ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നത്. തെലുങ്ക് ചിത്രമായിരുന്നു. അത് ഭയങ്കര ഹിറ്റായ ചിത്രമായിരുന്നു. കീർത്തി സുരേഷിന് ആഹ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ചിത്രമായിരുന്നു. അത് വുമൺ സെൻട്രിക് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. പിന്നീട് അതിന് ശേഷം വന്നിട്ടുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് പിന്നെ കുറുപ്പാണ് വന്നത് 2021. കുറുപ്പ് നമുക്കറിയാം സുകുമാരക്കുറുപ്പിൻ്റെ കഥയെ ആസ്പദമാക്കിയിട്ട് ചെയ്തിട്ടുള്ളൊരു ചിത്രമായിരുന്നു. അത് ഒരു ആക്ഷൻ ത്രില്ലർ ജോണറിൽ വന്നൊരു സിനിമയായിരുന്നു. വളരെയധികം രീതിയിൽ തരംഗം സൃഷ്ടിച്ച് വളരെയധികം രീതിയിൽ ഹിറ്റായി ബോക്സ് ഓഫീസിൽ ഭയങ്കര എന്താ പറയുക, ബോക്സ് ഓഫീസ് തകർത്ത് വാരിയൊരു ചിത്രമായിരുന്നു കുറുപ്പ്. കുറുപ്പിലെയും ആ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതിൽ ലുക്ക് ഫേമസ് ആയിരുന്നു. അതും 2021 ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലും കൈൻഡ് ഓഫ് പുള്ളിയുടെ അന്വേഷണത്തിൻ്റെ പാർട്ട് കുറച്ച് ഇപ്പോഴത്തെ പാർട്ടും പഴയതും മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മെജോറിറ്റി പോർഷൻസും ഒരു പഴയ കാലം തന്നെയാണ്. അപ്പം ഫുള്ളായിട്ട് നമുക്ക് റെട്രോ ഇതിൽ തന്നെ കാണാം. ലാസ്റ്റിൽ ഒരു ഷോട്ട് ഒഴിച്ച് ബാക്കി മൊത്തം ഇതിലും ദുൽഖർ സൽമാൻ ഒരു റെട്രോ ലുക്കിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഇറങ്ങിയ സിനിമ സീതാരാമമായിരുന്നു. അത് തെലുങ്ക് ചിത്രമായിരുന്നു. അത് നമുക്കറിയാം. അത് അതിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ എന്നാലും അതിൻ്റെ മെജോറിറ്റി പോർഷൻസ് റെട്രോ സംഭവമായിരുന്നു. അത് ഭയങ്കര ഹിറ്റായ ചിത്രമായിരുന്നു. അതും വളരെയധികം നല്ലൊരു ചിത്രമായിരുന്നു. സീതാരാമം വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു തെലുങ്കിലെ ബാക്കി എല്ലാ ഭാഷയിലും. പിന്നീട് വന്ന ചിത്രമായിരുന്നു കിങ് ഓഫ് കൊത്ത. അത് ടോട്ടലി ഒരു റെട്രോ ആയിരുന്നു. 90s കാലഘട്ടമായിരുന്നു കാണിച്ചത്. പക്ഷേ വളരെ സിനിമ അധികം വിജയിച്ചില്ല. ഫ്ലോപ്പായിരുന്നു. പക്ഷേ എന്നിരുന്നാലും പൈസ കളക്ട് ചെയ്തൊരു ചിത്രമായിരുന്നത്. എനിക്ക് 40 കോടിയോളം മലയാളത്തിൽ സമ്പാദിച്ചിട്ടൊരു സിനിമയായിരുന്നു. പക്ഷേ ഫ്ലോപ്പ് ടാഗാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിച്ച അത്ര സിനിമ ഓടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നത് ലക്കി ഭാസ്കറാണ്. അതും കംപ്ലീറ്റ്ലി ഒരു റെട്രോ ടൈം പീരീഡ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. 80s ആണെന്ന് തോന്നുന്നു. 80s 90s ആണ് കാണിച്ചത്. ഹർഷൽ മെഹ്തയുടെയൊക്കെ ആ സമയത്തിൻ്റെ ഒരു ആസ്പദമാക്കിയാണ് ആ സിനിമ വന്നത്. അപ്പോൾ എനിക്ക് 80s ടു ലേറ്റ് 80s ഏർലി 90s കാലഘട്ടമാണ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതും വളരെയധികം നല്ല ചിത്രമാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന കാന്ത എന്ന് പറഞ്ഞ ചിത്രം, അതും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആ ഒരു എരയിൽ സംഭവിക്കുന്ന കഥയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഫുൾ റെട്രോ ലുക്കിലാണ് അതും വരുന്നത്. പിന്നീട് ആകാശം ലോ ഒക്കെ താര എന്ന് പറഞ്ഞ ചിത്രം, അതിൻ്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. കാന്ത 2025 റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ആകാശം എന്നുള്ള സിനിമ അതിൻ്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതും ഞാൻ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് അതും ഒരു 80s 90s കാലഘട്ടമാണ് കാണിക്കുന്നത് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെയും പോസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ഗ്രാമീണ ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതും ഒരു പഴയകാല സംഭവം തന്നെയായിരിക്കാം. ആഹ് അപ്പോൾ എന്തായാലും ഇത്രയും സിനിമയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് റെട്രോ ലുക്കിലും റെട്രോ ടൈം പീരീഡിലുമായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇത്രയധികം ഈ ഒരു ഇത്തരം ചിത്രങ്ങളാണ് പുള്ളി ചെയ്തിട്ടുള്ളത് റെട്രോ ലുക്കിൽ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആകെ വിജയിക്കാണ്ട് പോയൊരു ചിത്രം എന്ന് പറയുന്നത് കിങ് ഓഫ് കൊത്ത മാത്രമാണ്. പക്ഷേ എന്നിരുന്നാലും അത് വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നില്ല. പക്ഷേ കിങ് ഓഫ് കൊത്ത മാത്രമാണ് അതിൻ്റെ അകത്ത് വലിയ സക്സസ് ആവാണ്ട് പോയൊരു ചിത്രം. ബാക്കി എല്ലാ ചിത്രങ്ങളും തന്നെ വൻ ഹിറ്റായിരുന്നു. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറുപ്പും കിങ് ഓഫ് കൊത്തയാണ് മലയാളത്തിൽ റിലീസായ ചിത്രങ്ങൾ. ബാക്കി സീതാരാമം, അതുപോലെ തന്നെ ലക്കി ഭാസ്കർ, പിന്നെ കാന്ത, ആകാശം, ലോകതാര, അപ്പോൾ ഈ ഒരു ചിത്രങ്ങൾ അതുപോലെ തന്നെ മഹാനദി, എനിക്ക് 4-5 ചിത്രങ്ങൾ തെലുങ്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും
അദ്ദേഹത്തിൻ്റെ പക്ഷേ ഇതിൽ നിന്നൊരു സംഭവം മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു റെട്രോ ലുക്കിൽ, റെട്രോ ടൈം പീരീഡിലൊക്കെ വരുന്ന ചിത്രങ്ങളൊക്കെ എല്ലാം ഹിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സിനിമകളൊക്കെ ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയെടുത്തിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് വരാൻ പോകുന്നത്, എത്രത്തോളം സക്സസ് ആവും ഇല്ലെന്നുള്ളത് നോക്കാം. ഇത് ആരും അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടൈം പീരീഡ് എടുത്ത് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ അതൊരു ലക്കിലി പുള്ളിക്ക് എന്തോ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരുന്ന ചിത്രങ്ങൾക്ക് ഹിറ്റുമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയ സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ. നന്ദി. ഓക്കെ.